അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി സ്കർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു പട്ട് സാരി എന്ന്. ഇതൊരു കോട്ടൺ പട്ട് സാരിയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനി ഈ ഒരു സാരിയെ നമുക്ക് നന്നായിട്ടൊന്ന് നിവർത്തിയിടാം. അതിനുശേഷം നമുക്കതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു മെഷർമെൻറ്റിനനുസരിച്ചിട്ടാണ് ഈ ഒരു സ്കർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു സ്കർട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 33 ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കരഭാഗം ആ മേളത്തെ പാർട്ട് കൂടി എനിക്ക് താഴെ സ്റ്റിച്ച് ചെയ്ത് ചേർക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ 36 ഇഞ്ച് ആവും. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു 33 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ വിട്ടെന്ന് പറയുന്നത് 52 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു ഭാഗം, രണ്ട് ഭാഗവും കൂടെ ആകുമ്പോൾ 52 ഇഞ്ച് വീതം എടുക്കേണ്ടി വരും. അതായത് നമ്മുടെ പ്ലീറ്റിനനുസരിച്ചിട്ട് നമുക്ക് വിട്ടിലും ചേഞ്ച് വരുത്താം. ഇനി നമുക്ക് ഈ ഫാബ്രിക് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു മേൽഭാഗത്തെ ആ ഒരു പട്ടിൻ്റെ ഭാഗം നമുക്ക് താഴെ സ്റ്റിച്ച് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് ചേർത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി. നെക്സ്റ്റ് നമുക്ക് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2 ഇഞ്ച് വീതം ഇതൊന്നും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇതുപോലെ എല്ലാം ഒരേ അളവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സാരി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ദാവണി സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ആ ഒരു കട്ട് ചെയ്ത് വെച്ച ആ ഒരു പട്ടിൻ്റെ ഭാഗം ഇതിനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. അപ്പോൾ താഴെ നമുക്ക് നല്ല വീതിയായിട്ട് തോന്നും, കാണാനും നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കാണുന്ന ദാവണി സെറ്റ് പോലെ ഇരിക്കും. നെക്സ്റ്റ് അത് അറിയാതിരിക്കാനായിട്ട് നമുക്കിതുപോലെ മേൽഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു പ്ലേറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ലൈനിങ് പാർട്ട്, അതായത് ലൈനിങ്ങും കൂടെ നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്ത് വയ്ക്കാനായിട്ടുള്ള പട്ട സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ലെങ്തിലും വിഡ്ത്തിലും തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതൊന്ന് അകത്തോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആ ഒരു സ്കർട്ടിൽ ചരട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇലാസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമ്മളിത് അകത്തോട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാണ്. നമുക്ക് സ്കർട്ടിൽ ചരടിടാനുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ മേൽഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ വശം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അത്രയും പാർട്ട് വിട്ടിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം, കാരണം അത് ചരടിടാനുള്ള ഒരു പാർട്ടാണ്. ബാക്കി ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമ്മൾ സ്കർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു സാരിയിൽ നിന്ന്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ബാക്കി പാർട്ട് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്